ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ച വിവാദപരമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന തീരുമാനങ്ങൾ വരുന്നു. കോടതി അതിലേക്ക് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത് ശരിക്കും പോത്തിനെ ചാരി പശുവിനെ വെട്ടിയ ഒരു രീതിയാണ് സംസ്ഥാന സർക്കാർ സിദ്ദിഖിനെ പൂട്ടുന്നതോടുകൂടി, അതായത് സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചതോടുകൂടി നമ്മൾ കാണുന്നത്. കാരണം സിദ്ദിഖ് ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം, 4.5 വർഷമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് വിമർശനം നടത്തിയ പ്രതിപക്ഷത്തിൻ്റെ വാടയ്ക്കാൻ സിദ്ദിഖിനെയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ടാർഗറ്റ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും സിദ്ദിഖിനൊഴിച്ച് മറ്റുള്ളവർക്കും ജാമ്യം കിട്ടുന്ന അവസ്ഥ നമുക്കറിയാം. ശ്രീ മുകേഷ് MLA അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ ബലാത്സംഗ ശ്രമത്തിനുള്ള പരാതി ലഭിച്ചു. അദ്ദേഹത്തിനെതിരെയും വന്ന കേസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ശ്രീ രഞ്ജിത്തിന്, നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകനും നടനുമായ രഞ്ജിത്തിനെതിരെയും 2 പരാതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ജാമ്യം കിട്ടി എന്നുള്ളത് മനസ്സിലാക്കണം. VK പ്രകാശിനും ജാമ്യം കിട്ടി. അപ്പോൾ എന്തു പറ്റി സിദ്ദിഖിന് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. സിദ്ദിഖിന് യഥാർത്ഥത്തിൽ ജാമ്യം നിഷേധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള 3 പേർക്കെതിരെ ജാമ്യം നിഷേധിക്കാതിരിക്കാൻ ഉള്ള നിലപാട് പ്രോസിക്യൂഷൻ എടുത്തു. പ്രോസിക്യൂഷൻ്റെ നിലപാടെന്ന് പറയുന്നത് എപ്പോഴും സർക്കാരാണ്. ഇത്തരത്തിൽ പൊതു താൽപ്പര്യ പ്രശ്നങ്ങൾ വരുമ്പോൾ സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷനാണ് ഹാജരാകുന്നത് കോടതിയിൽ. ഈ കേസിലും രഞ്ജിത്തിനും VK പ്രകാശിനും മുകേഷിനും വേണ്ടി ഹാജരായ അതേ പ്രോസിക്യൂഷൻ യഥാർത്ഥത്തിൽ സിദ്ദിഖിന് എതിരെ വന്ന കേസ്, സിദ്ദിഖിനെതിരെ നമുക്കറിയാം തെളിവുകളെല്ലാം സിദ്ദിഖിനെതിരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. 2, സിദ്ദിഖിൻ്റെ വാദം, അതായത് ഇത്രയും 8 വർഷത്തിന് ശേഷമാണ് പരാതി ഉന്നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദവും കോടതിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോടതി അതിനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കിട്ടി എന്നുള്ള, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി എന്നുള്ള വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സീൻ നമ്മൾ ഇന്നലെയും കണ്ടു. അതേ സാഹചര്യം സിദ്ദിഖിനും യഥാർത്ഥത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് സിദ്ദിഖിനുണ്ടായില്ല. കാരണം ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ്. ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തിയത് പ്രതിപക്ഷമാണ്. സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷത്തോട്, അതായത് കോൺഗ്രസിനോടും UDFിനോടും ചായ്വുണ്ടായിരുന്ന ഒരാളാണ് ശ്രീ സിദ്ദിഖ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും വരുന്ന ഭാഗത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ വേണ്ടി ഉള്ള തീരുമാനങ്ങൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ എടുത്തുചാടി ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതായിട്ട് പറയാതെ പകരം അദ്ദേഹം അത് സൗമ്യമായി തന്നെ ഇപ്പം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനുള്ള കോൺഗ്രസ് ചായ്വാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ, സ്ത്രീ പീഡനത്തിന് വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ അദ്ദേഹത്തിനാണ് അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നതും ലുക്കൗട്ട് നോട്ടീസ് തന്നെ. അദ്ദേഹത്തിന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഇതിൻ്റെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ADGP ആയിട്ടുള്ള ശ്രീ H. വെങ്കിടേഷ് അദ്ദേഹത്തിന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിലവാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മുകുൾ റോത്കിയുമായിട്ടൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ്. പക്ഷെ നമ്മളിതിനെ മനസ്സിലാക്കുന്നത് ഈ മറ്റാർക്കും കിട്ടാത്ത ഒരു ഔദാര്യം അല്ലെങ്കിൽ നിലപാട് സർക്കാരിൽ നിന്നും, സർക്കാരിൻ്റെ കൗൺസിലിൽ നിന്നും ഒരു നിലപാട് കിട്ടിയിട്ടില്ല, അനുകൂലമായൊരു നിലപാട് കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു അനുകൂലമായ നിലപാട് സിദ്ദിഖിന് വേണ്ടി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് തെളിവുകളൊക്കെ അദ്ദേഹത്തിനെതിരാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരുന്നു എന്ന് രാഷ്ട്രീയക്കാരും പ്രതിപക്ഷക്കാരും പിന്നെ നിയമപാലകരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ്റെ നിലപാടാണ്, അത്രയും ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ വാമൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും UDFിൻ്റെയും ഒക്കെ വായ്മൂടിക്കെട്ടാൻ സിദ്ദിഖിനെ അറസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ
ആ, സംഭവിച്ചത് പ്രതിപക്ഷത്തിനെ വാമൂടിക്കെട്ടുവാൻ ഭരണകക്ഷിയായിട്ടുള്ള CPM-ന് സാധിച്ചു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ അതോടുകൂടി തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ അറസ്റ്റ് വാറണ്ട് വന്നതോടുകൂടി അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചതോടുകൂടി കോടതി കേസാണ്, എന്നാൽ പോലും അവർ യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എന്ന് പറയുന്നത് ഒരു വ്യക്തിവൈരാഗ്യ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് നടപ്പിലാക്കുന്ന CPM-ൻ്റെ മറ്റൊരു മുഖം. അതുകൂടാതെ ഹേമ കമ്മിറ്റി ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം മാറ്റുക എന്നുള്ളതിലുപരി സർക്കാരിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും WCCയുടെ ആവശ്യങ്ങളും എല്ലാം കൂടെ തന്നെ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ്, സ്ത്രീപക്ഷത്താണ് തങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സിദ്ദിഖിന് ജാമ്യം നിഷേധിപ്പിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്തതോടുകൂടി സർക്കാർ അവരുടെ മുഖം രക്ഷിച്ചു എന്ന് വേണം നമുക്ക് കാണാൻ.